ഡിയർ ഫ്രണ്ട്സ്, സ്വാഗതം. ടാരോട്ട് ഒറാക്കിൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വിവാഹ പൊരുത്തം നോക്കിയാലോ? ഒരു വിവാഹത്തിന് ഒരു പ്രപ്പോസൽ വന്നൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ പൊരുത്തം നമുക്കൊന്ന് നോക്കാം. ഇത് എടുക്കാമോ, എടുക്കാൻ പാടില്ലേ എന്നൊക്കെ നമുക്ക് പൊരുത്തം നോക്കിയിട്ട് കാർഡ്സിലൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വധുവിനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കാർഡ് വന്നിരിക്കണ 7 ഓഫ് വാൺസ് ആണ്. ആൺകുട്ടിയുടെ കാർഡ് വന്നിരിക്കണ 7 ഓഫ് കപ്സ് ആണ്. പിന്നെ അവരുടെ ചുറ്റുപാട്, പെൺകുട്ടിയും പെൺകുട്ടിയുടെ ചുറ്റുപാടും, ആൺകുട്ടിയും ആൺകുട്ടിയുടെ ചുറ്റുപാടും, പിന്നെ ഇവർ തമ്മിലുള്ള എനർജി, നടുവിലെ കാർഡ് ഏസ് ഓഫ് കപ്സ്. പിന്നെ ഇതിൻ്റെ ഔട്ട്കമാണ് ദ സൺ കാർഡ്, മേജർ ആർക്കാന, യൂണിവേഴ്സൽ കാർഡാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, പെൺകുട്ടിയുടെ 7 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ഒരു സ്ട്രഗിളിങ് സ്റ്റേജിലാണ്. കാരണം ആ കുട്ടി അവരുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി സ്ട്രഗിൾ ചെയ്യണ കാർഡാണ് ഈ കാണുന്നത്. അവിടെ കോമ്പറ്റീഷൻ ഈസ് ഇനവിറ്റബിൾ. അതായത് ഈ കുട്ടി വല്ല 7 നമ്പർ എന്ന് വന്ന ടീച്ചിങ്ങിൻ്റെ നമ്പറാണ്. സ്വയം പഠിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും. 7ൻ്റെ നമ്പർ 7 വന്നിരിക്കുന്നത്. അത് ഹെൽത്തിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. എന്തായാലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ പറയും 7 നമ്പറിൽ. അപ്പോൾ ഈ കുട്ടി ആ കുട്ടിയുടെ പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണ കാർഡാണ്. അവിടെ ഒരു മത്സരമൊക്കെ നടക്കുന്നുണ്ട് എന്നർത്ഥം. ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ എംപ്രസ്സാണ് വന്നിരിക്കുന്നത്. അത് വളരെ നല്ല ചുറ്റുപാടുകളാണ്. കാരണം അവരുടെ ചുറ്റുപാടുകൾ സമൃദ്ധിയാണ് കാണിക്കുന്നത്. അത് എംപ്രസ്സാണ്. അവർ മാതൃത്വത്തിൻ്റെ കാർഡാണ്, സമൃദ്ധിയുടെ കാർഡാണ്, നർച്ചറിങ്ങിൻ്റെ കാർഡാണ്, പരിപാലനം ചെയ്യുക. അവർ ആലേടി പ്രഗ്നൻറ്റും ആണ്. അപ്പോൾ മാരേജിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ വളരെ ഓക്കെയാണ്, സമൃദ്ധിയുടെ കാർഡാണ്. പക്ഷേ ആ പെൺകുട്ടി സ്ട്രഗിൾ ചെയ്യണം. ഒന്നല്ലോ ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ ലൈഫിലാവാം. എന്തായാലും ആ കുട്ടി സ്ട്രഗിളിൻ്റെ കാർഡാണ്. പിന്നെ ഈ ആൺകുട്ടി നോക്കുമ്പോൾ 7 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞ മാതിരി പലതരം ഓപ്പർച്യൂണിറ്റീസ് ഈ ആൺകുട്ടിക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില ആസക്തികളിലൊക്കെ പെടാൻ സാധ്യതയുള്ള ഒരു സ്നേക്ക് ഉണ്ട് അവിടെ. ഒരു ലേഡിയുടെ പിക്ചറുണ്ട്. അങ്ങനെ ഒരു 7 കപ്സാണ്. കപ്സ് സൂചിപ്പിക്കേണ്ട ഇമോഷൻസിനെയാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ വ്യക്തി ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ബ്ലാക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ദുഃഖത്തിനെ സൂചിപ്പിക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇമോഷൻസിൽ പെട്ട്, ചില അഡിക്ഷനിലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കണ ഒരു കാർഡാണ് ഈ ആൺകുട്ടിയുടെ കാർഡ് വന്നിരിക്കുന്നത്. പിന്നെ ആൺകുട്ടിയുടെ ചുറ്റുപാട് നോക്കിയപ്പോൾ അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതൊന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ കുതിര സ്ലോ ആയിട്ടാണ് പോണത്. അതിലും കപ്സ് തന്നെയാണ്. കപ്സ് വളരെ സ്ലോ ആയിട്ട് പോണ കാരണം കൊണ്ട് അയാൾ മെച്യൂർഡാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ സ്ലോ ആയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ പോവുകയാണ് അയാൾ. അപ്പോൾ അയാൾ ഇതൊന്ന് പോവും വിട്ട് പതുക്കെ മെച്യൂർഡായിട്ട് പതുക്കെ എന്തോ ഒരു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകണം. ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ പെട്ടിട്ട് എന്താ ചെയ്യാൻ പറ്റാണ്ടത്. ഒരറ്റ് ടൈം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട ഒരവസ്ഥ വരാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാം. അതേപോലെ തന്നെ ഇയാൾ അവിടെ നിന്ന് ഇപ്പോൾ മാറിപ്പോകുന്നുണ്ട്. അയാൾ ചുറ്റുപാടിൽ അയാൾ വളരെ സ്ലോ ആയിട്ട്, വളരെ ശ്രദ്ധിച്ച്, വളരെ മെച്ചോർഡായിട്ട് എന്തോ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഇടയിൽ വന്നിരിക്കുന്ന എനർജി ഏസ് ഓഫ് കപ്സ്. അത് വളരെ നന്നായിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു സ്നേഹത്തിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കപ്സ് ഇമോഷൻ്റെയാണ്, ജലതത്വമാണ്. അപ്പോൾ ഭയങ്കര ഇവർ തമ്മിൽ നല്ല സ്നേഹമുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും ഓക്കെയല്ല. അതിൻ്റെ ഔട്ട്കം സണ്ണാണ് വന്നേക്കണേ. അത് നല്ലതാണ്. ഔട്ട്കം സണ്ണ് നല്ലതാണ്. മേജർ ആർക്കാന കാർഡാണ്, യൂണിവേഴ്സൽ കാർഡാണ്. പക്ഷേ
സണ്ണ് ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും വിജയത്തിൻ്റെയും ഗുഡ് ഹെൽത്തിൻ്റെയൊക്കെ കാർഡാണ്. പക്ഷേ ആ കുതിരയുടെ പുറത്തൊരു ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഒരു വിഷമ ഘട്ടത്തിലൂടെയാണ് പോണ ആൾക്കാർക്ക് കാര്യങ്ങൾ ബെറ്റർ ആവാൻ പോണു എന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് സണ്ണ്. പക്ഷേ അത് സൂചിപ്പിക്കുന്നത് സമയമായിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നടക്കാൻ സമയമായിട്ടില്ല. കാരണം ആ പെൺകുട്ടി സ്ട്രഗിൾ ചെയ്യാണ്, ആൺകുട്ടി ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. സ്ലോ ആയിട്ട് മൂവ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകണുള്ളൂ. യൂണിവേഴ്സൽ കാർഡ് സണ്ണാണ് വന്നിരിക്കുന്നത്. അത് നല്ല കാര്യങ്ങളിലേക്ക് അവരുടെ വിഷമം ഘട്ടം കഴിഞ്ഞ് അവർ ബെറ്റർ ആവാൻ പോകുന്നുണ്ട് എന്നുള്ള പറയുന്നുള്ളൂ. പക്ഷെ അത് സമയമെടുക്കും. ഈ പെൺകുട്ടിയുടെ ചുറ്റുപാട് നല്ലതാണ്. അപ്പോൾ ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇത് വൈകും. ഇതിന് സമയമെടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ, ആലോചിച്ചിട്ടൊക്കെ സമയമെടുത്തിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇവർ തമ്മിൽ സ്നേഹമുണ്ട്. ഇതൊരു ലവ് റിലേഷൻഷിപ്പാണെങ്കിൽ കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല മാരേജ് പ്രപ്പോസലായിട്ട് നമുക്ക് വരാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ വിവാഹം നടത്തണം എന്നുള്ള ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല ഒരു ലവ് ഇവർക്കിടയിൽ ഏസ് ഓഫ് കപ്സ് എന്ന് കാരണം ഒരു സ്നേഹബന്ധം ഉണ്ട്, പക്ഷേ സമയമായിട്ടില്ല. അപ്പോൾ നമുക്ക് കാർഡ്സിലൂടെ നമുക്കിങ്ങനെ വിവാഹപ്പൊരുത്തവും നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.